മുഖത്തിന് നല്ല നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് വീട്ടിൽ നമ്മൾ എടുക്കുന്ന ക്യാരറ്റും അലോവേരയൊക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കി നോക്കിക്കേ. കുളിക്കുന്നതിനുണ്ടല്ലോ നമ്മളൊരു അരമണിക്കൂറിന് മുൻപ് തേച്ച് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളിത് കഴുകി കളഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുഖത്തിന് നല്ല രീതിയിൽ നിറം വെക്കുകയും ചെയ്യും. നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതൽ ഇപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളെ മുതൽ 2 മാസം പ്രായം മുതൽ കുട്ടികളെ മുതൽ തേച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു മസാജ് ഓയിലായിട്ട് ഉണ്ടാക്കി തരുന്നത്. അപ്പം നിങ്ങൾ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലാണ്. തേച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, നല്ല നിറം വെക്കും. അപ്പം അതിനായിട്ട് എടുക്കേണ്ടതുണ്ടല്ലോ 2 ക്യാരറ്റ് എടുക്കുക. നിങ്ങൾ എടുക്കുന്ന എണ്ണയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം അലോവേര എടുക്കാം. പിന്നെ നമുക്ക് 2 ക്യാരറ്റ് എടുക്കാം. പിന്നെ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതെടുത്തോ കേട്ടോ. പച്ചമഞ്ഞൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയേക്കാളും കുറച്ചും കൂടെ നല്ലത് പച്ചമഞ്ഞൾ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചീമ്പി എടുത്ത് കൊടുക്കാം. ക്യാരറ്റ് ചീമ്പിയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പച്ചമഞ്ഞൾ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അമ്മിക്കല്ലിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇടിക്കുക കേട്ടോ. ചതച്ചിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്കത് അരച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അരയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ മഞ്ഞൾ തന്നെ എടുക്കുവാണെങ്കിൽ ചെറുങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, അതാണ് കേട്ടോ. അപ്പം മഞ്ഞളും നമ്മൾ ക്യാരറ്റും ഒരു ചെറിയൊരു തണ്ട് കറ്റാർവാഴയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അടികെട്ടിയുള്ള ഉരുളിയോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്കൊരു 50-100 എണ്ണയോ, എനിക്കിപ്പോൾ 1/2 കിലോ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ എളുപ്പമാണ്, കുറേ നാളത്തേക്ക് ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 100ഓളം എണ്ണ എടുത്ത് ഒഴിച്ച് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി മഞ്ചിഷ്ട അതിൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ മഞ്ചിഷ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോല് പോലത്തെ സംഭവം കേട്ടോ. അത് നമുക്ക് സ്കിന്നിന് നല്ലൊരു നിറം വെക്കാനൊക്കെ ആയിട്ട്, അതുപോലെ കറുത്ത കുത്ത് പാട് കോമയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള ഐറ്റംസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടെ മുഖക്കുരുക്ക് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ അരച്ചതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ, അതിൽ തുളസിയിലോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ലീഫ് ഇട്ടിട്ട് 2-3 ആര്യവേപ്പിൻ്റെ ലീഫ് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. മുഖക്കുരുവൊക്കെ പമ്പ കിടക്കും, കറുത്ത പാടും പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ സാധാ നമ്മൾ മുഖക്കുരു വരുന്ന പാടും കറുത്ത പാടും അതുപോലെ കരിമങ്കൽ പോലെയൊക്കെയുള്ള പാടുകൾ പോകാനൊക്കെ ആയിട്ടും കുഞ്ഞു കുട്ടികളെയൊക്കെ നമുക്ക് തേച്ച് ഒരു അരമണിക്കൂർ നേരമൊക്കെ കിടത്തിയിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ നല്ല നിറം വരും. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്കൊരു ഇത് കിട്ടണതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അരിച്ചെടുത്ത് കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ച് ചൂടാറിയ ശേഷം കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് അല്ലെങ്കിൽ 20 മിനിറ്റ് മുൻപോ നമ്മൾ മുഖത്ത് നന്നായിട്ട് ഇതുപോലെ തേച്ച് മസാജ് ചെയ്യുക കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അരമണിക്കൂർ നേരം കഴിഞ്ഞ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് എടുക്കുക. കടലമാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിത് വാങ്ങിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, കുറേ നാളിരുന്നോളും. ഇനി നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇട്ടില്ലാന്ന് വെച്ചും കുഴപ്പമില്ല. പച്ചവെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് മുഖത്ത് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതും കൂടെ തേച്ച് മുഖത്ത് പിടിപ്പിക്കുക കേട്ടോ. ശേഷം കഴുകി കളഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് എത്ര കളർ കുറഞ്ഞ ആൾക്കാരാണെങ്കിലും നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ.